ആളുകൾ സ്വല്പം വില കൽപ്പിക്കുന്ന അവാർഡുകൾ എപ്പോഴൊക്കെ പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ടോ അപ്പോഴൊക്കെ അതിൽ ജൂറി എടുത്ത തീരുമാനങ്ങളെക്കുറിച്ച് വിയോജിപ്പുകൾ പരസ്യമായിട്ട് ആളുകൾ പ്രകടിപ്പിക്കാറുണ്ട്. അതിപ്പോൾ സ്റ്റേറ്റ് അവാർഡ് ആയിക്കോട്ടെ, നാഷണൽ അവാർഡ് ആയിക്കോട്ടെ, എല്ലാവരും വലിയ കാര്യമായി പറയുന്ന ഓസ്കാർ ആയിക്കോട്ടെ, എല്ലാം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പുറകിലുള്ള ചരടുവരികളെക്കുറിച്ച് ചർച്ചകൾ നടക്കാറുണ്ട്. സ്ലം ഡോഗ് മില്യണയറിലൂടെ ഇന്ത്യയിലേക്ക് ഒരു കൂട്ടം ഓസ്കാറുകൾ വന്നപ്പോൾ ആ സിനിമ ഇന്ത്യയെ ഏത് രീതിയിലാണ് കാണിച്ചത് എന്നത് പലരും വിമർശിച്ചിരുന്നു. ഇന്ത്യ എന്നാൽ മൊത്തം ചേരിയും ദാരിദ്ര്യവുമാണ് എന്ന ഹോളിവുഡിന്റെ ചിന്ത ആ സിനിമയിലും ഉണ്ടായിരുന്നു. ആ വർഷം കാര്യമായ ഓളം സൃഷ്ടിച്ചെങ്കിലും ഇപ്പോൾ നോക്കുമ്പോൾ സ്ലം ഡോഗ് മില്യണയർ ഒരു ടൈംലെസ് ക്ലാസിക് എന്നൊന്നും പറയുന്ന ലെവലിലല്ല ഉള്ളത്. പക്ഷേ അത്തരമൊരു സിനിമ അതുപോലെ ഒരു വേദിയിൽ അംഗീകരിക്കപ്പെടുമ്പോൾ ഇന്ത്യയെക്കുറിച്ച് കാര്യമായ ധാരണയൊന്നുമില്ലാത്ത ലോകത്തിന്റെ വേറെ ഏതെങ്കിലും കോണിലുള്ള വ്യക്തിക്ക് നമ്മുടെ രാജ്യം ആ സിനിമയിൽ കാണിച്ചതിന് സമാനമായതാണ് എന്നൊരു തോന്നൽ ഉണ്ടാവും. 1-2 ദിവസമായിട്ട് എല്ലാവരുടെയും ചർച്ച ഈ മാസം 1-ാം തീയതി പ്രഖ്യാപിക്കപ്പെട്ട നാഷണൽ അവാർഡുകളെ ചുറ്റിപ്പറ്റിയാണ്. പ്രത്യേകിച്ച് ഒരു സിനിമയ്ക്ക് കിട്ടിയ 2 അവാർഡുകളെക്കുറിച്ച്. ദ കേരള സ്റ്റോറി. ഒട്ടും റിസർച്ച് നടത്താതെ പ്രൊപ്പഗണ്ടയ്ക്ക് വേണ്ടി മാത്രം പടച്ചുവിട്ട ഈ ഒരു സിനിമയ്ക്ക് ബെസ്റ്റ് ഡയറക്ടർ അടക്കം 2 നാഷണൽ അവാർഡുകൾ കിട്ടി എന്നതിലെ എൻ്റെ വ്യക്തിപരമായ അമർഷം ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് അനലൈസ് ചെയ്യാൻ ശ്രമിച്ചാലും ഈ ജൂറി എടുത്ത തീരുമാനം ഒട്ടും സെൻസിബിളായിട്ട് തോന്നുന്നില്ല. ഈ അവാർഡുകൾ പ്രഖ്യാപിക്കുന്ന സമയത്ത് അതിൻ്റെ കൂടെ ജൂറി ചെയർമാൻ ആയിട്ടുള്ള അശുതോഷ് ഗോവാരിക്കർ പറഞ്ഞിട്ടുള്ള വിശേഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യം കിട്ടിയ അവാർഡ് മികച്ച സിനിമാറ്റോഗ്രാഫിക്കുള്ളതായിരുന്നു. അത് ലഭിച്ചത് പ്രശാന്തനു മോഹപത്ര എന്ന ഛായാഗ്രാഹകനാണ്. ഇതിനെക്കുറിച്ച് ജൂറി പറഞ്ഞത്, for masterfully capturing each frame to enhance the emotional gravity and realism of the narrative. രണ്ടാമത്തേതും ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ളതുമായിട്ടുള്ള അവാർഡ് മികച്ച സംവിധാനത്തിനുള്ളതാണ്. അത് ലഭിച്ചിട്ടുള്ളത് ഈ സിനിമയുടെ സംവിധായകനായിട്ടുള്ള സുദീപ് ദോ സെന്നിനാണ്. സെന്നിന്റെ സംവിധാനത്തെക്കുറിച്ച് ജൂറി പറഞ്ഞത്, for bringing to light a deeply complex and urgent social issue with utmost sensitivity, cinematic precision and commitment to storytelling with conviction and technical finesse. ഇംഗ്ലീഷ് ഭാഷയിലെ അഡ്ജക്റ്റീവുകൾ വളരെ ഗംഭീരമായിട്ട് ഉപയോഗിക്കാൻ ChatGPTയിലെ ലാർജ് ലാംഗ്വേജ് മോഡൽ പഠിച്ചിരിക്കുന്നു എന്ന് വേണം ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ. ആദ്യമേ പറയട്ടെ, നെറേറ്റീവിൽ റിയലിസം കാണിക്കുക എന്ന് പറയുന്നത് ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയൊരു ചാലഞ്ചായിരുന്നു. കേരളത്തിൽ നിന്ന് 32,000 പെൺകുട്ടികൾ മതം മാറി IS-ൽ പോയി ചേർന്നു എന്നായിരുന്നു ഈ സിനിമ പറഞ്ഞത്. ഈ പറഞ്ഞതിന് തെളിവ് വല്ലതും ഉണ്ടോ എന്ന് സുപ്രീം കോടതി ചോദിച്ചപ്പോൾ ശങ്കരാടി കൈ കാണിച്ചതുപോലെ നിന്നപ്പോൾ സിനിമയിൽ നിന്ന് ആ ക്ലെയിം എടുത്തു കളയേണ്ടി വന്നു. നമ്മൾ പറഞ്ഞു വന്നത് സിനിമാറ്റോഗ്രാഫി. വസ്തുതകൾ കൊണ്ടുള്ള റിയലിസം ഈ സിനിമ ഉണ്ടാക്കിയവർക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല എന്നത് മനസ്സിലായ സ്ഥിതിക്ക് വിഷ്വലുകളിൽ റിയലിസം ഉണ്ടോ എന്ന് നോക്കാം. ഈ സിനിമയിൽ മതം മാറി തീവ്രവാദത്തിന് പോകുന്ന പെൺകുട്ടികളെല്ലാം പഠിക്കുന്നത് കാസർഗോഡുള്ള ഒരു നഴ്സിംഗ് കോളേജിലാണ്. ഈ സിനിമയിലെ കാസർഗോഡുള്ള നഴ്സിംഗ് കോളേജ് ഞാനൊന്ന് കാണിച്ചു തരാം. ഇത്രയും പച്ചപ്പും ഹരിതാപയും കാസർഗോഡ് ഉള്ളവർ ഒരുപക്ഷെ ആഗ്രഹിക്കുന്ന ഒന്നായിരിക്കും. ഏത് വിധേനയും ഇസ്ലാമോഫോബിക് ആയിട്ടുള്ള ഒരു സിനിമ ഉണ്ടാക്കുക എന്നൊരൊറ്റ ഉദ്ദേശത്തിൽ പടച്ചു വിട്ടിട്ടുള്ളത് കൊണ്ട് ഒരു സമൂഹത്തെ ഇകഴ്ത്തി കാണിക്കാൻ വേണ്ടിയിട്ട് ഇവർ ഉണ്ടാക്കിയിട്ടുള്ള സിനിമ കേരളത്തിൽ ജീവിച്ചിട്ടുള്ളവർക്ക് നല്ല ഒന്നാന്തരം കോമഡി ആയിട്ടേ തോന്നുകയുള്ളൂ. ഇതിലെ ലീഡ് ക്യാരക്ടർ ശാലിനി ഉണ്ണികൃഷ്ണൻ തിരുവനന്തപുരത്ത് നിന്നാണെന്നാണ് സിനിമ പറയുന്നത്. പക്ഷെ കാണിക്കുന്ന തിരുവനന്തപുരം മൊത്തത്തിൽ തോടുകളും പുഴകളും വള്ളവും ഒക്കെയാണ്. നമ്മുടെ നായിക ഹിന്ദു ആയിരിക്കുന്ന സമയം മുഴുവൻ മുല്ലപ്പൂ ചൂടാതെ എങ്ങോട്ടും പോകുന്നില്ല. കോളേജിൽ പോകുമ്പോൾ, വീട്ടിൻ്റെ ഉള്ളിലിരിക്കുമ്പോൾ, രാത്രി ഡിന്നർ കഴിക്കുമ്പോൾ, ഫ്രണ്ട്സിൻ്റെ കൂടെ കറങ്ങാൻ പോകുമ്പോൾ, നൈറ്റ് ക്ലബ്ബാണോ റെസ്റ്റോറൻ്റ് ആണോ എന്ന് മനസ്സിലാവാത്ത ഒരു സെറ്റപ്പിൽ ഇവരെല്ലാവരും കൂടെ പോകുന്നുണ്ട്. അവിടെ പുള്ളിക്കാരി മുല്ലപ്പൂ ഇല്ലാതെ പോകില്ല. സിനിമയുടെ തുടക്കഭാഗങ്ങളിൽ ഒരു സ്ഥലത്ത് സംവേർ ഇൻ കോഴിക്കോട് കേരള എന്ന് എഴുതി കാണിക്കുന്നുണ്ട്. ആ വിഷ്വലിൻ്റെ സ്വഭാവം കാണുമ്പോൾ കോഴിക്കോട് കിടക്കുന്നത് അഫ്ഗാനിസ്ഥാനിൽ കാബൂളിൻ്റെ തൊട്ടടുത്താണോ എന്ന് ചിലപ്പോൾ കോഴിക്കോട് ഉള്ളവർക്ക് വരെ തോന്നിപ്പോവും. അതേപോലെ നായികയുടെ മതം മാറിയിട്ടുള്ള വിവാഹം നടക്കുന്നതായി കാണിച്ചിട്ടുള്ളത് കോഴിക്കോടാണ്. സിനിമയിൽ കാണിച്ചിട്ടുള്ള വിവാഹത്തിന് മലബാർ മേഖലയിൽ നടക്കുന്ന മുസ്ലിം വിവാഹങ്ങളുമായിട്ട് ഒരു ബന്ധവുമില്ല. റിസർച്ച് നടത്താൻ എന്ന് പറഞ്ഞ് ആലപ്പുഴയിലും മൂന്നാറിലും ടൂർ പോയ നേരം കൊണ്ട് സുദീപ് തോസൻ കോഴിക്കോട് വന്ന് ഏതെങ്കിലും ഒരു കല്യാണത്തിന് വന്നിട്ട് ഒരു ബിരിയാണി കഴിച്ചിരുന്നെങ്കിൽ ഈ പടത്തിലെ വിഷത്തിൻ്റെ അളവ് കുറച്ച് കുറഞ്ഞേനെ. ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ എല്ലാവർക്കും എളുപ്പത്തിൽ മനസ്സിലാകുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, കേരളത്തിൽ ജീവിക്കുന്നവരുടെ കാര്യമാണ് പറയുന്നത്, റിസർച്ച് നടത്താൻ യാതൊരുവിധ അധ്വാനവും ഇതുണ്ടാക്കിയിട്ടുള്ളവർ എടുത്തിട്ടില്ല. മലയാളികളെക്കുറിച്ചുള്ള വളരെ ബേസിക് ആയിട്ടുള്ള ധാരണകളെ അങ്ങേ അറ്റത്തേക്ക് വലിച്ചു നീട്ടുകയാണ് ഇവർ ചെയ്യുന്നത്. നമ്മുടെ മുല്ലപ്പൂ നായിക എല്ലാ ദിവസവും രാത്രി ഭക്ഷണം കഴിക്കുന്നത് ഇലയിട്ട് സദ്യ കഴിക്കുന്നത് പോലെയാണ്. കഥകളി കലാകാരൻ ചുമ്മാ അമ്പലത്തിൽ പോയി കോസ്റ്റ്യൂം ഇട്ട് അമ്പലത്തിൻ്റെ അകത്ത് നടക്കുകയാണ്. ഇതിനൊക്കെ എന്ത് അധ്വാനവും സമയവും വേണമെന്ന് ഇവർക്ക് വലിയ ധാരണയില്ലാന്ന് തോന്നുന്നു. കേരളത്തിലെ ഒരു കോളേജിൻ്റെ ഉമ്മറത്ത് തന്നെ ആൻറ്റി ഇന്ത്യ മുദ്രാവാക്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ കേരളത്തിൽ പഠിച്ചു വളർന്ന പെൺകുട്ടികളൊക്കെ LKGയിൽ പഠിക്കുന്ന പിള്ളേരുടെ ബുദ്ധിയുള്ളവരാണ്. സ്വന്തം റൂംമേറ്റ് വന്ന് നരകത്തിലെ എണ്ണയിലിട്ട് പൊരിക്കും എന്ന കഥ പറയുമ്പോഴേക്കും അയ്യോ അമ്മ എന്നും പറഞ്ഞ് മതം മാറിപ്പോകുന്ന അത്ര നിർഗുണ നിഷ്കളങ്കകളാണ്. For bringing hate into deeply complex social issue with communal insensitivity, cinematic irresponsibility and commitment to right-wing propaganda with incorrect facts and technical mediocrity. ഇങ്ങനെ പറഞ്ഞ സംവിധായകന് ആ അവാർഡ് കൊടുത്തിരുന്നെങ്കിൽ
വളരെ സത്യസന്ധമായ നാഷണൽ അവാർഡ് എന്ന് പറയാൻ പറ്റിയേനെ. രാജ്യത്ത് നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചൊരു സാമാന്യ ധാരണയുള്ള ആരുടെയും റിയലിസ്റ്റിക് ആയിട്ടുള്ള പ്രതീക്ഷകളിൽ പൃഥ്വിരാജ് സുകുമാരന് മികച്ച നടനുള്ള അവാർഡ് ലഭിക്കുമെന്നത് ഉണ്ടാവില്ല. ആ പടത്തിൻ്റെ നിലവാരം എന്തു ആകട്ടെ, കഴിഞ്ഞ 10 വർഷങ്ങളിൽ ഇന്ത്യയിൽ പല ഭാഷകളിൽ നിന്നായിട്ട് വന്നിട്ടുള്ള പാൻ ഇന്ത്യ സ്വഭാവമുള്ള ഇവൻ്റ് സിനിമകളിൽ റൈറ്റ് വിങ് രാഷ്ട്രീയത്തെ വില്ലൻ്റെ പശ്ചാത്തലമാക്കി കാണിച്ചിട്ടുള്ള ഒരേ ഒരു സിനിമ എമ്പുരാനാണ്. ആ സിനിമയിലെ ഒരു പ്രധാനപ്പെട്ട സംഭവം ഒരു വലിയ വിഭാഗത്തെ ഓർമ്മപ്പെടുത്തിയത് ഇന്ന് രാജ്യം ഭരിക്കുന്നവർ ആരും ഓർക്കരുത് എന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യത്തെയാണ്. ആ ഒരു പകപോക്കൽ മനസ്സിലാക്കാം. ഇടതുപക്ഷം ഭരിക്കുമ്പോൾ ലെഫ്റ്റ് ലെഫ്റ്റ് എന്ന് പറയുന്ന ഒരു സിനിമ ഇവിടെ അവാർഡ് സമിതി അംഗീകരിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ തങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഒരു നടൻ അഭിനയിച്ച സിനിമയെ, പ്രത്യേകിച്ച് ഗംഭീര സിനിമാറ്റോഗ്രാഫി ഉള്ള ഒരു സിനിമയെ പാടെ തള്ളിക്കളയുന്ന പകപോക്കൽ മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷേ ആടുജീവിതം പോലെയുള്ള ഒരു സിനിമയ്ക്ക് മികച്ച നടൻ, മികച്ച സംവിധായകൻ, മികച്ച സിനിമാറ്റോഗ്രാഫി, മികച്ച മ്യൂസിക് മുതലായവയിൽ നിന്നെല്ലാം തടയുമ്പോൾ അതിനേക്കാൾ ഒരുപടി മുകളിൽ നിൽക്കുന്ന എന്തിനെങ്കിലും അവർ അവാർഡ് കൊടുക്കണമായിരുന്നു. 90കളിൽ ദിൽവാലെ ദുൽഹനിയ ലേ ജായേംഗിയും കുച്ച് കുച്ച് ഹോത്താ ഹേയും ജൂറി ചെയർമാൻ സംവിധാനം ചെയ്തിട്ടുള്ള സ്വദേശുമൊക്കെ കണ്ടുവളർന്ന എനിക്ക് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ട്വിറ്ററിലെ ഹിന്ദുത്വ പോരാളികൾ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന ഷാറുഖ് ഖാൻ എന്ന നടന് നാഷണൽ അവാർഡ് കിട്ടി എന്നതിൽ സന്തോഷമുണ്ട്. പക്ഷേ അത് അദ്ദേഹത്തിന് നേടിക്കൊടുത്തത് ജവാൻ എന്ന സിനിമയാണ് എന്നത് ആ സന്തോഷം നല്ലപോലെ കുറയ്ക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെ അവാർഡ് കൊടുക്കുന്ന ജൂറി മണ്ടന്മാരാണെന്നൊന്നും ഞാൻ പറയില്ല. കാര്യങ്ങൾ എങ്ങനെ ബാലൻസ് ചെയ്യണമെന്ന് കുശാഗ്ര ബുദ്ധിയുള്ള ആൾക്കാർ തന്നെയാണ് അതിലിരിക്കുന്നത്. PK എന്ന സിനിമയിൽ മുഖത്തടി കിട്ടാതിരിക്കാൻ ആമിർ ഖാൻ അവതരിപ്പിക്കുന്ന കഥാപാത്രം കവിളത്ത് ദൈവങ്ങളുടെ സ്റ്റിക്കർ ഒട്ടിക്കുന്നുണ്ട്. ജൂറി ചെയ്യുന്നതും ഏറെക്കുറെ അതേ പരിപാടിയാണ്. നിങ്ങൾ എന്തുകൊണ്ട് ആടുജീവിതത്തെ പൂർണ്ണമായും തഴഞ്ഞുകൊണ്ട് കേരള സ്റ്റോറിക്ക് 2 അവാർഡ് കൊടുത്തു എന്ന് ചോദിച്ചാൽ ഞങ്ങൾ മികച്ച ചിത്രത്തിനുള്ള അവാർഡ് കൊടുത്തത് 12th ഫെയിലിനാണ് എന്ന് അവർ പറയും. പൃഥ്വിരാജിന് പകരം എന്തുകൊണ്ട് ഷാറൂഖ് ഖാൻ അവാർഡ് കൊടുത്തു എന്ന് ചോദിച്ചാൽ അവർ വിക്രാന്ത് മാസിയുടെ പേര് പറയും. സഹനടൻ്റെ അവാർഡ് ലഭിച്ച വിജയരാഘവൻ പൂക്കാലം എന്ന സിനിമയിൽ ചെയ്തിട്ടുള്ളത് ലീഡ് റോളാണ്. ഈ അവാർഡിന് അപേക്ഷിക്കുമ്പോൾ എന്തായാലും ഈ സിനിമയുടെ അണിയറ പ്രവർത്തകർ അദ്ദേഹത്തെ നോമിനേറ്റ് ചെയ്തിട്ടുണ്ടാവുക ലീഡ് റോളിൽ തന്നെയായിരിക്കും. അപ്പോൾ അതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്, ഇവിടെ നിന്ന് എന്ത് അപ്ലിക്കേഷൻ പോയാലും ജൂറിയാണ് മികച്ച നടനാക്കണോ സഹനടനാക്കണോ എന്ന് തീരുമാനിക്കുന്നത്. മികച്ച സഹനടിക്കുള്ള അവാർഡ് ആണ് ഉർവശിക്ക് ലഭിച്ചിട്ടുള്ളത്. ഉള്ളവർക്ക് കണ്ട ആർക്കും മനസ്സിലാകും പാർവതി അവതരിപ്പിച്ച കഥാപാത്രത്തിന് തുല്യമായ പ്രാധാന്യം ഉർവശി അവതരിപ്പിച്ച കഥാപാത്രത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ ഉർവശി ഇപ്പോൾ ഉന്നയിച്ചിട്ടുള്ള ചോദ്യങ്ങൾ വളരെ പ്രസക്തമാണ്. ഉർവശിയും വിജയരാഘവനും അവരവർ അഭിനയിച്ചിട്ടുള്ള സിനിമകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളെ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു കഥാപാത്രം ലീഡ് റോൾ ആണോ സപ്പോർട്ടിംഗ് റോൾ ആണോ എന്ന് തീരുമാനിക്കുന്നതിൻ്റെ മാനദണ്ഡം എന്താണെന്ന് ഒരു വ്യക്തത വരുത്തേണ്ടത് ജൂറിയുടെയോ NFDCയുടെയോ ചുമതല തന്നെയാണ്. സൗണ്ട് മിക്സിങ്ങിനെ കഴിഞ്ഞ തവണത്തെ നാഷണൽ അവാർഡ് മുതൽ ഒഴിവാക്കിയത് ആ മേഖലയിൽ തൊഴിലെടുക്കുന്നവരുടെ പ്രതിഷേധത്തിന് കാരണമായിരുന്നു. ഇത്തവണ സൗണ്ട് മിക്സിങ്ങിൻ്റെ അവാർഡ് പുനഃസ്ഥാപിച്ചിട്ടില്ല. പകരം ആനിമൽ എന്ന സിനിമയുടെ സൗണ്ട് മിക്സിങ്ങിന് മലയാളിയായിട്ടുള്ള MR രാജാകൃഷ്ണന് പ്രത്യേക പരാമർശം കൊടുത്ത് ജൂറി തടി തപ്പിയിട്ടുണ്ട്. ജൂറിയിലെ കേരളത്തിൻ്റെ പ്രതിനിധിയായ പ്രദീപ് നായർ പറഞ്ഞത് കേരള സ്റ്റോറിക്ക് അവാർഡ് കൊടുക്കുന്നതിനെതിരെ ജൂറിയുടെ ഉള്ളിൽ പുള്ളി പ്രതിഷേധിച്ചിട്ടുണ്ട് എന്നാണ്. എന്നാൽ പുള്ളിക്ക് മാത്രമേ അങ്ങനെ ഒരു അഭിപ്രായമുള്ളൂ. ജൂറി ചെയർമാനും ബാക്കി അംഗങ്ങൾക്കും എല്ലാം വളരെ പ്രാധാന്യമുള്ള വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്ന സിനിമയാണ് എന്ന അഭിപ്രായമാണ് ഉണ്ടായിരുന്നത് പോലും. ഇതൊക്കെ കണ്ടാണ് ജൂറി എന്ന് പറയുന്നത് സാമാന്യം ഉത്തരവാദിത്വമുള്ള തൊഴിലാണെന്ന് പറയുന്നത്. കേരളത്തിലേക്ക് ഇന്നേ വരെ വന്നിട്ടില്ലാത്ത ഉത്തർപ്രദേശിലോ ബീഹാറിലോ ഉള്ള ഒരാൾ എന്തായിരിക്കും ചിന്തിക്കുക എന്നൊന്ന് ആലോചിച്ച് നോക്കൂ. കേരള സ്റ്റോറി എന്ന് പറഞ്ഞൊരു സിനിമ വരുന്നു, വിവാദങ്ങൾ ഉണ്ടാകുന്നു, കള്ളം പറയുന്ന സിനിമയാണെന്ന് കേരളത്തിലുള്ളവർ പറയുന്നു, അല്ല എന്ന് മറ്റൊരു വിഭാഗം പറയുന്നു. അങ്ങനെയുള്ള ഒരു സിനിമയ്ക്ക് മികച്ച സംവിധായകൻ എന്നതടക്കം 2 അവാർഡുകൾ കൊടുക്കുമ്പോൾ ദുരുദ്ദേശപരമായി ഉണ്ടാക്കിയിട്ടുള്ള ഒരു പ്രൊപ്പഗൻഡ സിനിമയ്ക്ക് ഗവൺമെൻറ് അതോറിറ്റി ആ സിനിമയിൽ പറഞ്ഞിട്ടുള്ളത് സത്യമാണ് എന്ന അപ്രൂവൽ കൊടുക്കുകയാണ്. 2023 ഗോവയിൽ നടന്ന ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യ അറ്റൻഡ് ചെയ്യുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഞാൻ കേരളത്തിൽ നിന്നാണെന്ന് മനസ്സിലാക്കിയപ്പോൾ എന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചു. പുള്ളി എന്നോട് ചോദിച്ചു, നിങ്ങളുടെ നാട്ടിൽ മുസ്ലിങ്ങൾ മാത്രം താമസിക്കുന്ന മലപ്പുറം എന്നൊരു ഡിസ്ട്രിക്റ്റ് ഉണ്ട്, അവിടെ നോമ്പ് കാലത്ത് പോയാൽ കുടിക്കാൻ വെള്ളം പോലും കിട്ടില്ല എന്ന് കേട്ടിട്ടുണ്ടല്ലോ എന്ന്. ഞാൻ പറഞ്ഞു, ഞാൻ താമസിക്കുന്നത് അതിൻ്റെ തൊട്ടടുത്തുള്ള ജില്ലയിലാണ്, എനിക്ക് അവിടെ സുഹൃത്തുക്കളുണ്ട്. നോമ്പ് കാലത്ത് മുസ്ലിങ്ങൾ നടത്തുന്ന ചില റെസ്റ്റോറൻറ്റുകൾ അവർ അടച്ചിടും എന്നത് സത്യമാണ്. പക്ഷേ അത് വിചാരിച്ച് ഭക്ഷണവും വെള്ളവും കിട്ടാതെ മനുഷ്യന്മാർ ബുദ്ധിമുട്ടുന്ന സ്ഥലമൊന്നുമല്ല അത്. ഞാൻ പറഞ്ഞത് കേട്ട് തല കുലുക്കിയെങ്കിലും പുള്ളിക്ക് എൻ്റെ ഉത്തരത്തിൽ ഒരു പൂർണ്ണ തൃപ്തി ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. ഒരുപക്ഷെ പുള്ളി പ്രതീക്ഷിച്ച ഉത്തരം അതായിരിക്കില്ല. മലയാളികൾ എന്ന നിലയിൽ നമ്മൾ ഒരുപക്ഷെ ഈ ദേശീയ അവാർഡിനെ പരിഹസിച്ച് ഇതൊരു കോമഡിയായി എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ സൈലൻ്റായിട്ട് അവർ ചെയ്യുന്നത് ഈ സിനിമ മുന്നോട്ട് വെച്ച തെറ്റായ ക്ലെയിമുകൾക്ക് ഒരു വാലിഡേഷൻ കൊടുക്കുകയാണ്. ഓരോരുത്തരുടെയും പേഴ്സ്പെക്റ്റീവ് ഓരോ പോലെ ആയിരിക്കുമെന്നുള്ള സ്ഥിരം ന്യായം ഉപയോഗിച്ചിട്ട് ഇവിടെ ഒരു സംസ്ഥാനത്തെ മോശമായിട്ട് കാണിക്കാനാണ് എല്ലാവരും കൂടെ ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ വെറുപ്പിനെ എൻഡോഴ്സ് ചെയ്യുന്ന നാഷണൽ അവാർഡ് ജൂറിയുടെ ഈ ഒരു നിലപാടിനെതിരെ സംസാരിക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ്. വീഡിയോ കണ്ടതിന് നന്ദി. വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുമായിട്ട് യോജിക്കുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുമെന്നും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പങ്കുവയ്ക്കുമെന്നും വിചാരിക്കുന്നു. താങ്ക്